2. മഹാവിഷ്ണു അവതാരകാര്യം ബ്രഹ്മാവിനോട് പറയുന്നു. സ്തുതികൾ കേട്ട് വിഷ്ണു ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് മഹാലക്ഷ്മിയോടൊപ്പം ഗരുഡന്റെ പുറത്ത് കയറിവന്ന് ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളെല്ലാരും കൂടി എന്ത് കാര്യം സാധിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ബ്രഹ്മാവ് ഭൂമിദേവിയുടെ സങ്കടങ്ങൾ ഭഗവാന് ധരിപ്പിച്ചു. അപ്പോൾ വിഷ്ണു തന്റെ തലമുടിയിൽ നിന്ന് ഒരു കറുത്ത രോമവും വെളുത്ത രോമവും എടുത്ത് ബ്രഹ്മാവിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങ് ഈ കറുത്ത രോമം യാദവകുലത്തിലെ വസുദേവന്റെ പത്നി ദേവകിയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കണം. വെളുത്ത രോമം ആദ്യം 3 മാസം ദേവകിയുടെ ഗർഭത്തിലും പിന്നെ 7 മാസം വസുദേവന്റെ മറ്റൊരു പത്നിയായ രോഹിണിയുടെ ഗർഭത്തിലും മാറ്റി സ്ഥാപിക്കണം. ആദ്യം വെളുത്ത രോമമാണ് ജനിക്കുക. എന്റെ ശയ്യയായ അനന്തന്റെ അവതാരമാണ് അത്. രണ്ടാമത് ജനിക്കുന്ന കറുത്ത രോമം ഞാൻ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും പണ്ട് അയോധ്യ രാജകുമാരന്മാരായ രാമനും അനുജൻ ലക്ഷ്മണനുമായി ജനിച്ച് രാവണനെയും കുംഭകർണനെയും ഇന്ദ്രജിത്തിനെയും മറ്റും കൊന്നിട്ടുണ്ടല്ലോ. ഇപ്രാവശ്യവും ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരായി പിറന്ന് കുറെ പേരെ നശിപ്പിച്ച് ഭൂമിയുടെ ഭാരവും ദുരിതവും നീക്കിത്തരാം. ദേവന്മാരും ഭൂമിയിലെ പല പല രൂപങ്ങളിൽ ജനിച്ച് കഴിവുള്ളതുപോലെ അസുരന്മാരെ കൊന്നൊടുക്കണം. എന്നോടൊപ്പം ലക്ഷ്മിദേവിയും ഭൂമിദേവിയും രാജകുമാരിമാരായി അവതരിക്കണം. കാലം വന്നാൽ അവർ എന്റെ പത്നിമാരായി തീരും. ശ്രീരാമ അവതാര കാലത്ത് ഏകപത്നീ വ്രതം അനുഷ്ഠിച്ച ഞാൻ പല തരുണിമാരെയും നിരാശരാക്കി അയച്ചിട്ടുണ്ട്. അവരും ഈ ജന്മത്തിൽ പല സ്ഥലങ്ങളിലും ജനിക്കേണ്ടതുണ്ട്. അവരെയെല്ലാം ഞാൻ പത്നിമാരായി സ്വീകരിക്കും. രാമാവതാര കാലത്ത് എനിക്ക് ദോഷം വരുത്തിയവരെയെല്ലാം ഈ ജന്മത്തിൽ എനിക്ക് കൊല്ലേണ്ടതായി വരും. അവരൊക്കെ കാലം വന്നാൽ എന്റെ മുൻപിൽ എത്തിക്കോളും. ഒരു ജന്മത്തിൽ ചെയ്ത നന്മയുടെയും തിന്മയുടെയും ഫലവും ആഗ്രഹങ്ങളും മറ്റൊരു ജന്മത്തിലാണ് ചിലപ്പോൾ സാധിക്കാനിടയാവുക. വിഷ്ണു ഭഗവാൻ മറഞ്ഞുപോയ ശേഷം ദേവന്മാർ അവരുടെ വസതികളിലേക്ക് പോയി. ഭൂമിദേവിയും സ്വസ്ഥാനത്തേക്ക് മടങ്ങി. അതിനുശേഷം ഈ വിവരങ്ങളെല്ലാം തന്റെ അച്ഛനായ ബ്രഹ്മാവ് പറഞ്ഞറിഞ്ഞ നാരദ മഹർഷി കംസന്റെ രാജധാനിയിൽ ചെന്ന് അയാളെ കണ്ട് മുന്നറിവ് കൊടുത്തു. മഹാരാജാവേ, അങ്ങയോട് ഞാൻ ദേവന്മാരുടെ ഒരു രഹസ്യം പറയാം. സ്വന്തം സഹോദരിമാരില്ലാത്ത അങ്ങയ്ക്ക് അച്ഛന്റെ അനുജന്റെ മകൾ ദേവകിയോട് വലിയ സ്നേഹവും വാത്സല്യവും ഉണ്ടല്ലോ. എന്നാൽ അങ്ങയെ കൊല്ലാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ ജനിക്കുമെന്ന് കേൾവിയുണ്ട്. അങ്ങ് അക്കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. കംസൻ മുനിയുടെ വാക്ക് കണക്കിലെടുക്കാതെ ചിരിച്ചു. ഋഷേ, അങ്ങ് എന്താണീ പറയുന്നത്? ദേവകിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹപ്രായം എത്തിയിട്ട് പോലുമില്ല. 9 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങ് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങ് ഏഷണിക്കാരനാണെന്ന് പ്രസിദ്ധിയുണ്ടല്ലോ. നാരദ മഹർഷി ചിരിച്ചുകൊണ്ട് ആകാശത്തിലൂടെ ഉയർന്നുപോയി. 3. ദേവകിയുടെയും വസുദേവന്റെയും വിവാഹം. ദേവകിക്ക് വിവാഹത്തിനുള്ള പ്രായമായപ്പോൾ അച്ഛൻ ദേവകൻ ശൂരസേനൻ എന്ന യാദവന്റെ മകൻ വസുദേവനെ മകൾക്കു പറ്റിയ വരനായി കണ്ടെത്തി. വസുദേവന് രോഹിണി എന്നൊരു യാദവ സ്ത്രീ ആദ്യ ഭാര്യയായി ഉണ്ടായിരുന്നുവെങ്കിലും അക്കാലത്തെ രീതി അനുസരിച്ച് ചെറുപ്പക്കാരായ പുരുഷന്മാർ 2 or 3 സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് പതിവായിരുന്നതിനാൽ അത് വസുദേവന് ഒരു കുറവായി ദേവകനോ ജ്യേഷ്ഠൻ ഉഗ്രസേനനോ കരുതിയില്ല. വിവാഹം ആഘോഷപൂർവ്വം നടത്തി. കംസനായിരുന്നു ആഘോഷങ്ങളുടെ സകല ചുമതലയും ഏറ്റെടുത്ത് ഭംഗിയായി നടത്തിയത്. ദേവകിയുടെ ഗൃഹത്തിൽ വെച്ച് നടത്തിയ വിവാഹത്തിന് ശേഷം വധുവിനെ വരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തേർ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ കംസൻ തേരാളിയെ മാറ്റി നിർത്തി. എന്റെ അനുജത്തിയെ ഞാൻ തന്നെ വേണം വരന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോവാൻ എന്ന് പറഞ്ഞ് തേർ തെളിക്കാനിരുന്നു. വസുദേവനും ദേവകിയും തേരിൽ കയറി. കംസൻ നവദമ്പതിമാരെ സ്നേഹപൂർവ്വം ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് തേരോടിച്ചു. അതിനിടയിൽ ആകാശത്തുനിന്ന് ഇടിമുഴങ്ങുന്ന പോലെ ഒരശരീരി കേട്ടു. കംസ, ഈ ദേവകിയുടെ 8ാമത്തെ മകനായിരിക്കും നിന്റെ അന്തകൻ. കംസൻ മാത്രമല്ല, വസുദേവനും ദേവകിയും അവിടെ കൂടിയ ജനങ്ങളും ഞെട്ടി. ഒരു നിമിഷം തരിച്ചു നിന്ന ശേഷം കംസൻ പെട്ടെന്ന് അരയിൽ തൂക്കിയ ഉറയിൽ നിന്ന് വാളെടുത്തു. ദേവകിയുടെ തലമുടി പിടിച്ചു വലിച്ച് നിഷ്കളങ്കയായ ആ പാവത്തിന്റെ കഴുത്തിനു നേരെ വാളോങ്ങി. അപ്പോഴേക്കും വസുദേവൻ കംസന്റെ കയ്യിൽ പിടിച്ചു. ക്ഷമിക്കൂ സഹോദര, അങ്ങയുടെ ഈ സാധുവായ അനുജത്തിയെ കൊല്ലരുതേ. ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം പെറ്റ ഉടനെ തന്നെ ഞാൻ അങ്ങയ്ക്ക് കൊണ്ടുവന്നു തരാം. അങ്ങയ്ക്ക് അവരെ ഇഷ്ടം പോലെ എന്തു വേണമെങ്കിലും ചെയ്യാം. വസുദേവൻ സത്യസന്ധനാണെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ കംസൻ തൽക്കാലത്തേക്ക് ക്ഷമിച്ചു. ദേവകിയുടെ തലമുടി വിട്ടു. വാൾ ഉറയിൽ തന്നെ ഇടുകയും ചെയ്തു. വസുദേവനും ദേവകിയും വസുദേവന്റെ ഭവനത്തിൽ താമസം തുടങ്ങി. ഏറെ താമസിയാതെ ദേവകി ഗർഭിണിയായി. ജനിക്കാൻ പോകുന്ന ശിശുവിനെക്കുറിച്ച് സാധാരണ അച്ഛനമ്മമാർക്കുണ്ടാവുന്ന മധുര സ്വപ്നങ്ങളൊന്നും വസുദേവനും ദേവകിക്കും ഉണ്ടായിരുന്നില്ല. ഭയമാണ് അവരുടെ ഉള്ളിൽ മുന്നിട്ടു നിന്നത്. 10ാം മാസത്തിൽ ദേവകി ഒരു ഉണ്ണിയെ പ്രസവിച്ചു. കംസനോട് സത്യം ചെയ്തിരുന്നത് പ്രകാരം വസുദേവൻ ആ ഉണ്ണിയെ കംസന്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. അപ്പോൾ കംസന് ഭയമാണ് തോന്നിയത്. യാതൊരു തെറ്റും ചെയ്യാത്ത ആ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. അയാൾ ഉണ്ണിയെ വസുദേവന് തിരികെ കൊടുത്തു. എനിക്ക് ഇവന് ആവശ്യമില്ല.
8ാമത്തെ ശിശുവിനെ കൊണ്ടുവന്ന് തന്നാൽ മതി. വസുദേവൻ സന്തോഷത്തോടെ ഗൃഹത്തിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് മടങ്ങിപ്പോയി. ദേവകി അങ്ങനെ 6 ഉണ്ണികളെ പ്രസവിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ ഹിരണ്യകശിപുവിന്റെ മക്കളായിരുന്ന അവരെ വിഷ്ണു ഭഗവാന്റെ കൽപ്പനപ്രകാരം യോഗമായയായിരുന്നു പാതാളത്തിൽ നിന്ന് കൊണ്ടുവന്ന് ദേവകിയുടെ വയറ്റിൽ വെച്ചുകൊടുത്തത്. അവർക്ക് കുറച്ച് ആയുസ്സേ അവശേഷിച്ചിരുന്നുള്ളൂ. ദേവകി 6ാമത്തെ ഉണ്ണിയെ പ്രസവിച്ചു കഴിഞ്ഞ ഉടൻ നാരദമുനി വീണ്ടും കംസനെ കാണാനെത്തി. ഋഷി കംസനോട് പറഞ്ഞു, മഹാരാജാവേ, ദേവകിയുടെ മകൻ അങ്ങയെ കൊല്ലുമെന്ന് ഞാൻ മുൻപ് തന്നെ അങ്ങയോട് പറഞ്ഞിരുന്നല്ലോ. അന്ന് അങ്ങത് വിശ്വസിച്ചില്ല. പിന്നീട് ആകാശവാണി കേട്ടപ്പോഴാണ് അങ്ങേക്കത് വിശ്വാസമായത്. സത്യം ചെയ്തതനുസരിച്ച് വസുദേവൻ കൊണ്ടുവന്നു തന്ന 6 ഉണ്ണികളെയും അങ്ങ് കൊല്ലാതെ വിട്ടു. ചിലപ്പോൾ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും അങ്ങയെ കൊല്ലാൻ ഒരുങ്ങുക. ആകാശവാണി പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കേണ്ട. വിഷ്ണു സൂത്രക്കാരനാണ്, പലതരത്തിലുള്ള മായകളും വശമുള്ളവൻ. 8ാമത്തെ മകനാണ് കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് അങ്ങയെ തെറ്റിദ്ധരിപ്പിച്ചതായിക്കൂടെ? മഹർഷിയുടെ വാക്കുകൾ കേട്ട് കംസൻ ഭയപ്പെട്ടു. മുനി പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. അയാൾ 6 ഉണ്ണികളെയും കൊണ്ടുവരാൻ വസുദേവനെ വിളിച്ച് കൽപ്പിച്ചു. മരണഭയം നിമിത്തം മറ്റൊന്നും ആലോചിക്കാതെ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ അയാൾ 5, 4, 3, 2, 1 എന്നീ പ്രായത്തിലുള്ള 5 ഉണ്ണികളെയും ജനിച്ച് ഒരു ദിവസം പോലും തികയാത്ത ചെറിയ ഉണ്ണിയെയും കൊന്നുകളഞ്ഞു. മാത്രമല്ല വസുദേവനെയും ദേവകിയെയും കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. അവർ പരസ്പരം സമാധാനിപ്പിച്ചുകൊണ്ട് കാരാഗൃഹത്തിൽ കഴിഞ്ഞുകൂടി. വിഷ്ണു പറഞ്ഞതനുസരിച്ച് ഭഗവാന്റെ ശയ്യയായ അനന്തനാണ് ദേവകിയുടെ 7ാമത്തെ ഗർഭത്തിൽ വന്നു പിറന്നത്. ആ ഗർഭത്തിലുള്ള ശിശുവിനെ 3ാം മാസത്തിൽ യോഗമായ ദേവി രോഹിണിയുടെ വയറ്റിലേക്ക് മാറ്റിവെച്ചു. കംസനോടുള്ള ഭയം കൊണ്ട് ദേവകിയുടെ 7ാമത്തെ ഗർഭം 3ാം മാസത്തിൽ അലസിപ്പോയെന്ന് കംസനും ജനങ്ങളും വിശ്വസിച്ചു. യോഗമായ ദേവി ദേവകിയുടെ വയറ്റിൽ നിന്ന് രോഹിണിയുടെ വയറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാൽ വെളുത്ത നിറമുള്ള ആ ഉണ്ണിക്ക് സംഘർഷണൻ എന്നൊരു പേരും കിട്ടി. 4. ശ്രീകൃഷ്ണാവതാരം. ദേവകിയുടെ 8ാമത്തെ ഗർഭത്തിൽ വിഷ്ണു ഭഗവാൻ വന്ന് കിടപ്പുറപ്പിച്ചു. അതേസമയത്ത് യോഗമായ ദേവി അമ്പാടിയിൽ ഇടയന്മാരുടെ രാജാവായ നന്ദഗോപന്റെ പത്നി യശോദയുടെ ഗർഭത്തിലും ചെന്നിരിപ്പായി. ദേവകിക്കും യശോദയ്ക്കും ഗർഭകാലത്തിന്റെ തുടക്കം മുതൽക്കു തന്നെ തേജസ് വർദ്ധിച്ചു. സാധാരണക്കാർക്കൊന്നും അവരെ നേരിട്ട് നോക്കാൻ വയ്യെന്നായി. കംസന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു. ഭൂമിയിലെ മഹാദുഷ്ടന്മാർക്കൊക്കെ കാരണമെന്തെന്നറിയാത്ത ഭയം തോന്നിത്തുടങ്ങി. ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമി തിഥിയും കൂടി ചേർന്ന ദിവസം അർദ്ധരാത്രിയിൽ ചന്ദ്രൻ ഉദിച്ച വേളയിൽ നല്ല മഴ പെയ്തു തുടങ്ങി. ആ സമയത്ത് ദേവകി നീലത്താമരപ്പൂ പോലെ മനോഹരനായ ശ്രീകൃഷ്ണനെ പ്രസവിച്ചു. പാഞ്ചജന്യമെന്ന ശംഖും സുദർശന ചക്രവും കൗമോദകി എന്ന ഗദയും വാടാത്ത ചെന്താമരപ്പൂവും പിടിച്ച് 4 കൈകളോടും മാറത്ത് ശ്രീവത്സം എന്ന വെളുത്ത മറുകോടും കഴുത്തിലണിഞ്ഞ അമൂല്യമായ കൗസ്തുഭരത്നത്തോടും കൂടി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ഭഗവാൻ എഴുന്നേറ്റ് നിന്ന് തനിക്ക് പുതുതായി ജന്മം തന്ന വസുദേവനെയും ദേവകിയെയും കാരുണ്യത്തോടെ നോക്കി. അപ്പോൾ വസുദേവൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഭഗവാനെ, അവിടുന്ന് ഇവിടെ ജനിച്ചിട്ടുണ്ടെന്നറിഞ്ഞാൽ രാക്ഷസ സ്വഭാവമുള്ള കംസൻ സർവനാശം വരുത്തും. അവിടുന്ന് അവതരിച്ച വിവരം അയാൾ അറിയാൻ ഇടവരുത്തരുതേ. ദേവകി പ്രാർത്ഥിച്ചു. ഭഗവാനെ, അവിടുന്ന് മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം മാറ്റി സാധാരണ മനുഷ്യ ശിശുവിനെ പോലെ കിടക്കണേ. എനിക്ക് അവിടുത്തെ എടുത്തോമനിച്ച് നെറുകയിൽ ചുംബിക്കാൻ കൊതിയാകുന്നു. മഹാവിഷ്ണു സ്നേഹപൂർവ്വം 2 പേരോടുമായി സംസാരിച്ചു. അച്ഛാ, അമ്മേ, നിങ്ങൾ 2 പേരും കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മകനായി പിറക്കണമെന്ന് ആഗ്രഹിച്ച് കുറേ കാലം തപസ് ചെയ്തിരുന്നു. ഭക്തന്മാർ ആശിച്ചത് ഞാൻ സാധിപ്പിച്ചു കൊടുക്കാതിരിക്കാറില്ല. ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ച ശേഷം ആരാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാക്ഷാൽ രൂപത്തോടെ മുന്നിൽ വന്ന് നിന്നതാണ്. ഇനി ശിശുവായി കിടക്കുന്ന എന്നെ എടുത്ത് അച്ഛൻ അമ്പാടിയിലെ നന്ദഗോപന്റെ പത്നി യശോദയുടെ പ്രസവശയ്യയിൽ കൊണ്ടുപോയി കിടത്തി അവിടെ യശോദ പ്രസവിച്ച് കിടക്കുന്ന പെൺകുഞ്ഞിനെ ഇങ്ങോട്ടെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കിടത്തണം. സാധാരണ മനുഷ്യ ശിശുക്കളെപ്പോലെ കൈകാലുകളട്ടടിച്ച് നിലവിളിക്കുന്ന ഭഗവാനെ വസുദേവൻ വാരിയെടുത്ത് മാറോടണച്ചു പിടിച്ചു. അപ്പോൾ കാരാഗൃഹത്തിന്റെ പൂട്ടിക്കിടന്നിരുന്ന വാതിലുകൾ താനേ മലർക്കെ തുറന്നു. കാരാഗൃഹത്തിലെ കാവൽക്കാരും മധുരാപുരിയുടെ 4 ഗോപുരങ്ങളിലും നിൽക്കുന്ന പാറാവുകാരും നല്ല ഉറക്കത്തിലായി. ഭഗവാന്റെ സർപ്പശയ്യയായ അനന്തൻ പത്തികൾ മുഴുവൻ വിടർത്തി ഭഗവാനെ എടുത്തു നടക്കുന്ന വസുദേവന്റെ തലയ്ക്കുമീതെ കുടപോലെ പിടിച്ച് മഴ കൊള്ളാതെ കാത്തു. അനന്തന്റെ തലയിലെ മാണിക്കക്കല്ലിന്റെ പ്രഭ പരന്നു വീശി വാസുദേവന് വഴിയിൽ വെളിച്ചം കാണിച്ചു കൊടുത്തു. ചുഴികളും മലരികളും നിറഞ്ഞ് മലവെള്ളപ്പാച്ചിൽ പോലെ ഊക്കിൽ ഒഴുകിക്കൊണ്ടിരുന്ന ആഴമേറിയ യമുനാ നദിയിൽ കാൽഞെരിയാണിയോളം വെള്ളം മാത്രമേ വസുദേവൻ പുഴയിറങ്ങിക്കടന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. വസുദേവൻ അമ്പാടിയിൽ നന്ദഗോപന്റെ ഭവനത്തിലെത്തിയ നേരത്ത് ചെറിയൊരു കുഞ്ഞിന്റെ പതുക്കെയുള്ള കരച്ചിൽ കേട്ടു. യശോദ പ്രസവിച്ച് കിടക്കുന്ന മുറി ഏതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അമ്പാടിയിൽ നന്ദഗോപനും മറ്റു ഗോപന്മാരും മാത്രമല്ല, താൻ ഉറക്കത്തിൽ പ്രസവിച്ചതറിയാതെ യശോദയും പ്രസവ ശുശ്രൂഷയ്ക്ക് വന്ന ഗോപസ്ത്രീകളുമെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. വസുദേവൻ ഉണ്ണിയെ യശോദയുടെ അടുത്ത് കിടത്തി പെൺകുഞ്ഞിനെ എടുത്ത് തിരികെ വന്ന് കാരാഗൃഹത്തിൽ കടന്ന് കുഞ്ഞിനെ ദേവകിയുടെ മടിയിൽ കിടത്തി. ഉടൻ ആ പെൺകുഞ്ഞ് നല്ല ശബ്ദത്തിൽ കരഞ്ഞു തുടങ്ങി.
കാരാഗൃഹത്തിന്റെ വാതിലുകൾ മുൻപത്തെ പോലെ പൂട്ടിക്കിടന്ന നിലയിലായി. കുഞ്ഞു കരയുന്നത് കേട്ട് കാവൽക്കാർ എപ്പോഴും ഉണർന്നിരിക്കാറുള്ള തങ്ങൾ എങ്ങനെ ഉറങ്ങിപ്പോയെന്നറിയാതെ പരിഭ്രമിച്ചുകൊണ്ട് ഉണർന്നെഴുന്നേറ്റ് ഓടിച്ചെന്ന് ദേവകി പ്രസവിച്ച വിവരം കംസനെ അറിയിച്ചു. അതു കേട്ടയുടൻ കംസൻ പ്രാണഭയത്തോടെ വസ്ത്രങ്ങളും മുടിയും അഴിഞ്ഞുലഞ്ഞു കിടക്കുന്നത് വാരിപ്പൊത്തി പിടിച്ച് കാരാഗൃഹത്തിലേക്ക് ഓടിയെത്തി. ദേവകിയുടെ മടിയിൽ കിടന്നു കരയുന്നത് പെൺകുഞ്ഞാണെന്ന് കണ്ട് അയാൾക്ക് അത്ഭുതവും നൈരാശ്യവുമുണ്ടായി. വിഷ്ണുവിന്റെ മായാപ്രയോഗങ്ങളിലൊന്നായിരിക്കും ഇതുമെന്ന് അയാൾ കരുതി. ദേവകിയുടെ മടിയിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെടുത്തു. ദേവകി കരഞ്ഞുകൊണ്ട് കൈകൂപ്പി അപേക്ഷിച്ചു, ജ്യേഷ്ഠ, ഇതൊരു പെൺകുഞ്ഞാണല്ലോ. ഞാൻ പെറ്റ ഉണ്ണികളെ എല്ലാം അങ്ങ് കൊന്നുകളഞ്ഞില്ലേ? ഈ പെൺകുഞ്ഞിനെ അങ്ങ് ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഇവളെയെങ്കിലും എനിക്ക് വളർത്താൻ തരൂ. കംസൻ അനുജത്തിയുടെ അപേക്ഷ കണക്കിലെടുക്കാതെ പെൺകുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. മറ്റ് 6 ആൺകുഞ്ഞുങ്ങളെ ചെയ്തതുപോലെ കാലുകൾ തൂക്കിപ്പിടിച്ച് ഉയർത്തിയെടുത്ത് പാറപ്പുറത്തടിച്ചു. ഉടൻ ആ പെൺകുഞ്ഞ് കംസന്റെ പിടിയിൽ നിന്നു വിട്ട് ആകാശത്തേക്ക് ഉയർന്ന് സുന്ദരവും അതേസമയത്ത് ഭയാനകവുമായ ഭഗവതിയുടെ രൂപമെടുത്തു. പല പല ആയുധങ്ങൾ പിടിച്ച 8 കൈകളോടും ചുവന്ന പട്ടുവസ്ത്രത്തോടും ചന്ദനം ചാർത്തിയ ശരീരത്തോടും ദിവ്യമായ പൂമാലയോടും കൂടി ആകാശത്തിൽ നിൽക്കുന്ന ഭഗവതിയെ കണ്ട് കംസന് അത്ഭുതവും ഭയവുമുണ്ടായി. ഭഗവതി ഉച്ചത്തിൽ കംസനോട് സംസാരിച്ചു. കംസ, എന്നെ പാറപ്പുറത്തെടുത്തടിച്ചിട്ട് നിനക്ക് എന്ത് പ്രയോജനമുണ്ടായി? ദേവകിയുടെ 8ാമത്തെ സന്താനം ഞാനല്ല, നിന്റെ കാലൻ എവിടെയോ ഒരിടത്ത് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ കാലനേമിയായിരുന്ന നിന്നെ കൊന്ന ദേവദേവൻ ശ്രീഹരി തന്നെ ഈ ജന്മത്തിലും നിന്നെ കൊല്ലാൻ അവതരിച്ചിട്ടുണ്ട്. നീ അത് മനസ്സിലാക്കി ദുഷ്കർമ്മങ്ങൾ മതിയാക്കി നന്മയുള്ള കാര്യങ്ങൾ ചെയ്തു ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നീ നല്ലവനായി തീർന്നാൽ കാരുണ്യമൂർത്തിയായ ഭഗവാൻ നിന്നെ കൊല്ലാതെ രക്ഷിച്ചെന്നു വരാം. കംസൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഭഗവതി മറഞ്ഞുപോയി. വസുദേവൻ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി ദേവകിയുടെ മടിയിൽ കിടത്തിയ ഉടനെ അമ്പാടിയിൽ യശോദയുടെ അടുത്തു കിടന്ന ഉണ്ണി കൈകാലുകളിട്ടടിച്ച് കരഞ്ഞു തുടങ്ങി. ശിശുവിന്റെ കരച്ചിൽ കേട്ട് യശോദയും ഗോപസ്ത്രീകളും ഉണർന്നു. നീലത്താമരപ്പൂ പോലെ ശോഭയുള്ള ഒരു ഉണ്ണിയെയാണ് താൻ ഉറക്കത്തിൽ പ്രസവിച്ചതെന്നറിഞ്ഞ് യശോദയ്ക്ക് ആനന്ദമുണ്ടായി. ഗോപസ്ത്രീകളും സന്തോഷിച്ചു. നന്ദഗോപനും മറ്റു ഗോപന്മാരും വിവരമറിഞ്ഞു വന്ന് തേജസ്വിയായ ഉണ്ണിയെ കണ്ട് അത്യാഹ്ലാദഭരിതരായി. 5. പൂതനയും ശകടനും തൃണാവർത്തനും. ദേവകിയുടെ മടിയിൽ നിന്ന് താൻ വലിച്ചെടുത്ത പെൺകുഞ്ഞ് തന്റെ കൈകളിൽ നിന്ന് വിട്ട് ആകാശത്തിലേക്ക് ഉയർന്ന് പറഞ്ഞ വാക്കുകൾ കംസന്റെ മനഃശാന്തി കെടുത്തി. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ദുഷ്ടന്മാരായുള്ള സുഹൃത്തുക്കളെയും അനുചരന്മാരെയും വിളിച്ചുകൂട്ടി അയാൾ വേണ്ടതെന്താണെന്ന് ആലോചിച്ചു. ആകാശത്തിൽ പോയി മറഞ്ഞ ഭഗവതി പറഞ്ഞതനുസരിച്ച് ആ പെൺകുഞ്ഞ് ജനിച്ച ദിവസം തന്നെ ആയിരിക്കണം കംസനെ കൊല്ലാനുള്ള ശത്രു എവിടെയോ ജനിച്ചതും എന്ന കാര്യത്തിൽ അവർക്കാർക്കും യാതൊരു സംശയവും ഉണ്ടായില്ല. എവിടെയായിരിക്കും ആ ശത്രു ഇപ്പോൾ ഉണ്ടാവുക? അതറിയാൻ എന്താണ് വഴി? ആലോചിച്ചാലോചിച്ച് പൂതന എന്ന രാക്ഷസി ഒരു പരിഹാരം കണ്ടെത്തി കംസനോട് പറഞ്ഞു. പ്രഭോ, ഞാനൊരു കാര്യം ചെയ്യാം. മധുരരാജ്യത്തിലെ എല്ലാ വീടുകളിലും ചെന്ന് ജനിച്ച് 10 ദിവസം തികയാത്ത ആൺകുഞ്ഞുങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ച് വല്ല സൂത്രവും പ്രയോഗിച്ച് ആ കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയാം. അക്കൂട്ടത്തിൽ അങ്ങയുടെ ശത്രുവും പെടുവെന്ന കാര്യം ഉറപ്പാണ്. പൂതന പറഞ്ഞത് ശരിയാണെന്ന് ശകടാസുരനും തൃണാവർത്താസുരനും സമ്മതിച്ചു. ഇളം പൈതങ്ങളുള്ള വീടുകൾ തിരഞ്ഞു കണ്ടെത്തി കുഞ്ഞുങ്ങളെ ഏതെങ്കിലും വിധത്തിൽ കൊല്ലാൻ അവരും ഒരുങ്ങി പുറപ്പെട്ടു. കംസൻ ഇതിനിടയിൽ ഒരു നല്ല കാര്യം ചെയ്തു. തന്റെയും ദേവകിയുടെയും അമ്മമാരുടെ അപേക്ഷയനുസരിച്ച് അയാൾ വസുദേവനെയും ദേവകിയെയും കാരാഗ്രഹത്തിൽ നിന്ന് വിട്ടയച്ചു. ദേവകിക്ക് ഇനി കുട്ടികൾ ഉണ്ടാവുമോ എന്ന് പറയാനാവില്ല. ഏതായാലും 8ാമത്തെ സന്താനം കംസനെ കൊല്ലുമെന്ന ഭയം തീർന്നു. കംസന്റെ കാലൻ മറ്റെവിടെയോ ആണെന്നല്ലേ ഭഗവതി പറഞ്ഞത്. അതുകൊണ്ട് ഇനി അവരെ കാരാഗ്രഹത്തിൽ അടച്ചിടേണ്ട ആവശ്യമില്ലല്ലോ. പൂതനയാണ് ആദ്യം ശിശുക്കളെ തിരഞ്ഞ് കണ്ടെത്താൻ പോയത്. അവൾ മനോഹരിയായ ഒരു തരുണീരത്നത്തിന്റെ രൂപമെടുത്ത് മധുരാരാജ്യത്തിലെ വീടുകളിലെല്ലാം കടന്നു ചെന്നു. ചില വീടുകളിൽ ജനിച്ച് 4-5 ദിവസം മാത്രം പ്രായമായ ആൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ചില വീടുകളിൽ അത്രയും ദിവസം പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളും. പെൺകുഞ്ഞുങ്ങളെ പൂതന തൊട്ടതേയില്ല. ആൺകുഞ്ഞുങ്ങളെ അവൾ ലാളിച്ചോമനിച്ച് മടിയിൽ കിടത്തി കടുത്ത വിഷം പുരട്ടിയ മുലക്കണ്ണ് അവരുടെ വായിൽ വെച്ചുകൊടുത്തു. അക്കാലത്ത് മുലപ്പാലുള്ള അമ്മമാരെല്ലാം പുതുതായി ജനിക്കുന്ന ശിശുക്കൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അതിനാൽ ആരും അവളെ തടഞ്ഞില്ല. പ്രസവിച്ചിട്ടില്ലാത്ത പൂതനയ്ക്ക് മുലപ്പാലുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാനാണല്ലോ അവൾ ഉദ്ദേശിച്ചിരുന്നത്. വിഷം പുരട്ടിയ മുലക്കണ്ണ് വായിൽ വെച്ച് നുകർന്ന ഉടൻ നിർദോഷികളായ ആ ശിശുക്കളെല്ലാം ഒരു നിമിഷത്തിനുള്ളിൽ കൈകാലുകളിട്ടടിച്ച് കണ്ണുകൾ തുറിച്ച് നിലവിളിക്കാൻ പോലും ആവാതെ പെട്ടെന്ന് ജീവൻ വെടിഞ്ഞു. അങ്ങനെ അവൾ കുറേ ശിശുക്കളെ കൊന്നു. അവരുടെ അമ്മമാർ നിലവിളിക്കുമ്പോൾ അവൾ സഹതാപം അഭിനയിച്ച് ആശ്വസിപ്പിച്ചു. പാവം, ഈ ഓമനക്കുട്ടൻ എന്തു പറ്റിയാവോ? ഒരുപക്ഷേ ഇത്രത്തോളം ആയുസേ ഈശ്വരൻ ഇവനെ വിധിച്ചിട്ടുണ്ടാവുള്ളൂ. കരയണ്ട, സമാധാനിക്കൂ.
അന്വേഷിച്ചന്വേഷിച്ച് നടന്ന് 9-ാം ദിവസമാണ് പൂതന മധുരാനഗരം വിട്ട് അമ്പാടിയിലെത്തിയത്. അവിടെ ചിലരോട് തിരക്കിയതിൽ യശോദ കായാമ്പൂവർണ്ണനും അതിമനോഹരനുമായ ഒരു ഉണ്ണിയെ പ്രസവിച്ചിട്ടുണ്ടെന്നും പെറ്റപുല പോയിട്ടില്ലെന്നും മനസ്സിലായി. ഇതുതന്നെയായിരിക്കുമോ കംസമഹാരാജാവിനെ കൊല്ലാൻ ജനിച്ച കുഞ്ഞ് എന്ന് ശങ്കിച്ച് അവർ നന്ദഗോപന്റെ ഭവനത്തിലേക്ക് കടന്നു. ഒരു ഗോപശ്രീയെ ഉണ്ണിയുടെ ഭാരമേൽപ്പിച്ച് യശോദ എണ്ണ തേച്ച് കുളിക്കാൻ പുറപ്പെടുന്ന സമയത്തായിരുന്നു പൂതനയുടെ വരവ്. അവളുടെ സൗന്ദര്യവും വിലാസഭാവവും കണ്ട് ഗോപസ്ത്രീകളെല്ലാം അത്ഭുതപ്പെട്ടു. യശോദയും വിസ്മയത്തോടെ അവളെ നോക്കി. തൊട്ടിലിൽ കൈകാലുകളിട്ടിളക്കി കണ്ണുമിഴിച്ച് ശാന്തനായി കിടക്കുന്ന നീലകളേബരനായ ഉണ്ണിയെ പൂതന വാരിയെടുത്ത് മടിയിൽ കിടത്തി യാതൊരു കൂസലും കൂടാതെ മുലക്കണ്ണ് വായിൽ വെച്ചുകൊടുത്തു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരാനന്ദവും സുഖവും അപ്പോൾ അവൾക്കുണ്ടായി. ഉണ്ണിക്കണ്ണൻ മുല വലിച്ചു കുടിച്ചു. മുലയിൽ പാലില്ലായിരുന്നുവെങ്കിലും വിഷമുണ്ടായിരുന്നല്ലോ. ഉണ്ണി ആ വിഷം മുഴുവൻ അകത്താക്കി. എന്നിട്ടും മുലമേൽ നിന്ന് പിടിവിട്ടില്ല. ഊക്കിൽ വലിച്ചു കുടിക്കുക തന്നെ. ഉണ്ണി പിടഞ്ഞു മരിക്കാത്തതിൽ അത്ഭുതപ്പെട്ട പൂതനയ്ക്ക് അടുത്ത ക്ഷണത്തിൽ തന്റെ പ്രാണൻ ആ ശിശു ഊറ്റിക്കുടിക്കുകയാണെന്ന് തോന്നി. അവൾ പ്രാണസഞ്ചാരം കൊണ്ട് ഞെളിഞ്ഞു പിരിഞ്ഞു. മുല ഉണ്ണിയുടെ വായിൽ നിന്ന് വിടുവിക്കാൻ അവൾ ശക്തി മുഴുവനും എടുത്ത് ശ്രമിച്ചു. സാധിച്ചില്ല. അവൾ അലറിക്കൊണ്ട് മലർന്നു വീണ് കൈകാലുകളിട്ടടിച്ച് കണ്ണുകൾ തുറിച്ച് മരിച്ചു. അതോടെ അവൾ കൈകൊണ്ടിരുന്ന സുന്ദര രൂപം മാറി സഹജമായ രാക്ഷസീ രൂപമായി തീർന്നു. കരിക്കട്ട പോലെ കറുത്തും പന പോലെ ഉയർന്നും മല പോലെ തടിച്ചും കൊണ്ടുള്ള ആ രാക്ഷസിയുടെ വിശാലമായ മാറത്ത് ചെറിയൊരു ഇന്ദ്രനീല രത്നം പോലെ ഉണ്ണി വിലസി. കുളിക്കാൻ പുറപ്പെട്ട യശോദ രാക്ഷസിയെയുള്ള ഭയം മറന്ന് തന്റെ ഓമന പൈതലിനെ അവളുടെ നെഞ്ചത്തു നിന്നെടുത്ത് സ്വന്തം മാറോടണച്ചു പിടിച്ച് കണ്ണീർ പൊഴിച്ചു. ഗോപസ്ത്രീകളെല്ലാം രാക്ഷസിയുടെ അലർച്ച കേട്ട് എന്തൊരു ഭയങ്കര ശബ്ദാണാവോ കേൾക്കുന്നത് എന്ന് കരുതി പേടിച്ചുകൊണ്ട് ഓടിയെത്തി. ഉരുണ്ടു തുറിച്ച വട്ടക്കണ്ണുകളും വലിയ മൂക്കും ഉന്തി നിൽക്കുന്ന ദംഷ്ട്രകളും പെരുത്ത ശരീരവുമുള്ള ആ രാക്ഷസി തന്നെയാണോ കുറച്ചു മുൻപ് തെരുവിലൂടെ നടന്ന് നന്ദഗോപന്റെ ഭവനത്തിൽ കയറിയ സുന്ദരിയായ തരുണി എന്ന ശങ്ക തീരാതെ അവർ ഉറക്കെ നിലവിളിച്ചു തുടങ്ങി. നന്ദഗോപനും 3-4 ഗോപപ്രധാനികളും കൂടി കംസരാജാവിന് നികുതി കൊടുക്കാൻ വേണ്ടി അന്നു രാവിലെ മധുരാ നഗരത്തിലേക്ക് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ള ഗോപന്മാരൊക്കെ അമ്പാടിയിൽ തന്നെ അവിടെ ഇവിടെയുമായി ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാക്ഷസിയുടെ അലർച്ചയും സ്ത്രീകളുടെ നിലവിളിയും കേട്ട് അവരെല്ലാം ഓടി വന്നു. രാക്ഷസിയുടെ ശവശരീരം കണ്ടും എന്താണുണ്ടായതെന്ന് ഉണ്ണിയെ നോക്കാൻ യശോദ ഏൽപ്പിച്ചിരുന്ന ഗോപസ്ത്രീയുടെ വിവരണവും യശോദയുടെ കരച്ചിലും കേട്ട് അവർക്ക് അത്ഭുതവും ഭയവുമുണ്ടായി. രാക്ഷസ ചത്തുപോയതിൽ സമാധാനിച്ച് ഇനി എന്തു വേണമെന്ന് അവർ ആലോചനയായി. മധുരയിലേക്ക് പോയ നന്ദഗോപൻ തിരികെ വന്നിട്ടേ വല്ലതും ചെയ്യാൻ കഴിയൂ. ഏതായാലും മോഹിച്ചുണ്ടായ ഉണ്ണിക്ക് ആപത്തൊന്നും പറ്റിയില്ലല്ലോ. നികുതി അടയ്ക്കാൻ മധുരാ നഗരത്തിൽ കംസന്റെ രാജധാനിയിലെ കച്ചേരിയിൽ ചെന്ന നന്ദഗോപനെയും ഗോപന്മാരെയും ആ വഴിക്ക് നടന്നുവന്ന വസുദേവൻ കണ്ടു. അദ്ദേഹം ഗോപമുഖ്യനെ നേരിട്ടു കണ്ടു. സംസാരിക്കാൻ തന്നെയാണ് അങ്ങോട്ട് ചെന്നത്. കംസൻ സുഹൃത്തുക്കളോടും അനുചരന്മാരോടും ഒപ്പം നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചും രാക്ഷസികളും രാക്ഷസന്മാരും ഇളം പൈതങ്ങളെ കൊല്ലാൻ പുറപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തെക്കുറിച്ചും അദ്ദേഹം അറിഞ്ഞിരുന്നു. നന്ദഗോപനെ കണ്ട് മുന്നറിവ് കൊടുക്കാൻ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അങ്ങോട്ട് അന്വേഷിച്ചു പോയത്. നികുതി കൊടുത്തു കഴിഞ്ഞ് ഒരു മരത്തണലിൽ ഇരുന്ന് വിശ്രമിക്കുന്ന നന്ദഗോപന്റെ അടുത്തേക്ക് ചെന്ന് വസുദേവൻ ഒപ്പം അടുത്തിരുന്ന് പറഞ്ഞു, താങ്കൾക്കും പത്നിക്കും പ്രായമേറെയായതുകൊണ്ട് ഇനി മക്കളുണ്ടാവുകയില്ലെന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുകയായിരുന്നുവല്ലോ അല്ലേ? ഇപ്പോൾ താങ്കൾക്ക് ഒരു ഉണ്ണി ഉണ്ടായെന്ന് ആരോ പറയുന്നത് കേട്ടു. എനിക്ക് ഉണ്ണി ഉണ്ടായാൽ എന്ന പോലെ സന്തോഷം തോന്നുന്നുണ്ട്. ഉണ്ണി മിടുക്കനായി വളരട്ടെ. പക്ഷേ എന്തായാലും താങ്കൾ ഇവിടെ അധിക സമയം നിൽക്കുന്നത് നന്നല്ല. എന്തെല്ലാമോ അശുഭ ശകുനങ്ങൾ കാണുന്നുണ്ട്. കൂടാതെ ധനസ്ഥിതിയുള്ളവർ എവിടെയും അധിക സമയം നിൽക്കുന്നത് ആപത്താണ്. ദുഷ്ടന്മാരായ കള്ളന്മാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. താങ്കൾ വേഗം അമ്പാടിയിലേക്ക് മടങ്ങുന്നതാണ് നല്ലത്. കംസനെ പേടിച്ച് ഞാൻ എൻ്റെ പത്നി രോഹിണിയെ താങ്കളുടെ വീട്ടിലാണല്ലോ താമസിപ്പിച്ചിരിക്കുന്നത്. രോഹിണി പ്രസവിച്ച എൻ്റെ ഉണ്ണിയെ താങ്കൾ സ്വന്തം മകനായി കരുതി വളർത്തുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് അയച്ചത്. താങ്കൾക്ക് ഇപ്പോൾ ജനിച്ച ഉണ്ണിക്ക് 10 ദിവസം പോലും പ്രായമായിട്ടുണ്ടാവുകയില്ലല്ലോ. ഇളം പൈതങ്ങൾക്ക് പല ബാധകളും പീഡകളും ഉണ്ടാവാനിടയുണ്ട്. അക്കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കണം. താങ്കൾ നികുതി അടച്ചു കഴിഞ്ഞുവല്ലോ. ഇനി നിൽക്കാതെ വേഗം പോകൂ. വസുദേവൻ പറഞ്ഞത് കേട്ട് നന്ദഗോപൻ ഭയപ്പെട്ടു. താൻ ഏറെ മോഹിച്ചുണ്ടായ ഉണ്ണിക്ക് വലിയ ആപത്തും വരുമോ എന്ന് ശങ്കിച്ച് നികുതി പണത്തിന് പുറമെ താനും മറ്റു ഗോപന്മാരും രാജാവിന് തിരുമുൽക്കാഴ്ചയായി കൊണ്ടുവന്ന തൈരും വെണ്ണയും രാജധാനിയിലെ കലവറയിൽ കൊടുത്തേൽപ്പിച്ച് അദ്ദേഹം കാളവണ്ടിയിൽ കയറി വളരെ വേഗത്തിൽ യാത്ര പുറപ്പെട്ടു. മറ്റ് ഗോപമുഖ്യന്മാരും ആശങ്കയോടെ പിന്നാലെ ചെന്നു. നന്ദഗോപനും മറ്റും അമ്പാടിയിലേക്ക് ചെന്ന ഉടനെ ചില ഗോപന്മാർ ഓടി വന്ന് പറഞ്ഞു, വലിയൊരു ആപത്തിൽ നിന്ന് അങ്ങയുടെ ഉണ്ണി രക്ഷപ്പെട്ടു. സുന്ദരിയായ ഏതോ ഒരു യുവതി വന്ന് ഉണ്ണിക്ക് മുല കൊടുത്തു. കുറച്ചു നേരത്തിനുള്ളിൽ അവൾ ചത്തുമലച്ചു. ഭയങ്കരിയായ ഒരു രാക്ഷസിയായിരുന്നു സുന്ദരിയുടെ രൂപമെടുത്ത് വന്നത്. അവളുടെ പെരുത്ത ശവശരീരം എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ അങ്ങ് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. അതുകേട്ട് നന്ദഗോപൻ വീട്ടിനകത്തേക്ക് ഓടി. വസുദേവ യാദവൻ പറഞ്ഞത് അദ്ദേഹം ഓർത്തു.
യശോദ ഉണ്ണിയെ എടുത്ത് പേടി മാറാൻ പശുവിന്റെ അടുത്തു കൊണ്ടുചെന്ന് വാലുകൊണ്ട് ഒഴിഞ്ഞ ശേഷം മടിയിൽ കിടത്തി ദോഷങ്ങൾ നീങ്ങി സുഖവും സ്വാസ്ഥ്യവും ലഭിക്കണമെന്നുദ്ദേശിച്ച് വിഷ്ണുനാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദഗോപൻ ഉണ്ണിയെ വാരിയെടുത്ത് ശ്രീഹരി, വിഷ്ണു, പത്മനാഭ, എന്റെ ഉണ്ണിയെ രക്ഷിക്കണേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നീട് അദ്ദേഹം ഉണ്ണിയുടെ തൊട്ടിലിനടുത്ത് ആ വലിയ മുറി മുഴുവനും നിറഞ്ഞു കിടക്കുന്ന പൂതനയുടെ പടുകൂറ്റൻ ശരീരം കണ്ട് അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു. ഗോപന്മാരെല്ലാവരും കൂടി അവളുടെ ശരീരം മഴുകൊണ്ട് വെട്ടി പല തുണ്ടുകളാക്കി അമ്പാടിയുടെ തെക്കേയറ്റത്ത് ആരും പോകാത്ത കാട്ടിൽ കൊണ്ടുപോയി ഉണങ്ങിയ വിറകുകൊണ്ട് ചിതകൂട്ടി ദഹിപ്പിച്ചു. അവളുടെ ശരീരം ദഹിക്കുമ്പോൾ മുടിയും മാംസവും കരയുന്ന നാറ്റം ഉണ്ടായതേയില്ല. ചന്ദനത്തിന്റെയും അഖിലിന്റെയും സുഗന്ധമാണ് ആ ദേഹം കത്തിയെരിയുന്ന സമയത്ത് ഗോപന്മാർക്ക് അനുഭവപ്പെട്ടത്. പാപിയായിരുന്ന അവൾക്ക് ഭഗവാനെ തൊട്ട ഉടൻ തന്നെ മോക്ഷം കിട്ടിയിരുന്നു എന്ന് അവരാരും അറിഞ്ഞില്ല. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞു. ഉണ്ണി ജനിച്ച് 28 ദിവസം തികയുന്ന നക്ഷത്രമായിരുന്നു അന്ന്. ആ ദിവസം കുറച്ച് സാധു ബ്രാഹ്മണരെയും മറ്റ് ദരിദ്രന്മാരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിച്ച് നന്ദഗോപൻ അതിന് വട്ടം കൂട്ടി. ബ്രാഹ്മണർ ഉണ്ണിയുടെ മംഗളത്തിനു വേണ്ടി വിശേഷാൽ പൂജകൾ നടത്തി. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞുവോ എന്ന് നോക്കാൻ യശോദ ഉണ്ണിയുടെ അടുത്തുനിന്ന് എഴുന്നേറ്റുപോയി. 3-4 ഗോപബാലന്മാരോട് ഉണ്ണിയെ നന്നായി നോക്കണമെന്ന് നിഷ്കർഷിച്ചു പറഞ്ഞിട്ടാണ് അവർ പോയത്. ഉണ്ണി കിടക്കുന്ന തൊട്ടിലിനടുത്ത് മരം കൊണ്ടുണ്ടാക്കിയ പഴയൊരു കൈവണ്ടി കിടപ്പുണ്ടായിരുന്നു. കുറച്ചു കാലമായി അവിടെ കിടക്കുന്ന അത് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലാത്ത ഒരു വണ്ടിയായിരുന്നു. അവിടെ അതുള്ള കാര്യം തന്നെ എല്ലാവരും മറന്നു കഴിഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളെ കൊല്ലാൻ പുറപ്പെട്ടു പോയ പൂതന തിരിച്ചു വരാതിരുന്നത് കണ്ട് കംസന്റെ അനുചരന്മാരിൽ ഒരുവനായ ശകടാസുരൻ അന്വേഷിച്ചെത്തിയത് നന്ദഗോപന്റെ ഭവനത്തിലായിരുന്നു. അവൾ മരിച്ചതും ദേഹം ദഹിപ്പിച്ചതും കണ്ടവരും കേട്ടവരും പറഞ്ഞറിഞ്ഞ ശകടൻ, തൊട്ടിലിൽ കിടക്കുന്ന കറുമ്പനായ ഈ ചെറിയ ഉണ്ണിയായിരിക്കുമോ മഹാരാജാവിനെ കൊല്ലാൻ എവിടെയോ ജനിച്ചിട്ടുണ്ടെന്ന് ഭഗവതി പറഞ്ഞ കുഞ്ഞ്? ആയിരിക്കാനാണ് വഴി, ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് വളരെ ചെറിയൊരു രൂപമെടുത്ത് ആ വണ്ടിക്കുള്ളിൽ കയറിക്കൂടി. ഗോപപാലന്മാരോ യശോദയോ അതറിഞ്ഞില്ല. നന്ദഗോപനും അറിഞ്ഞില്ല. യശോദയുടെ മകനായ ഇളം പൈതൽ അമ്മ അടുത്തുനിന്ന് പോയി കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഉറക്കമുണർന്ന് കൈകാലുകളിട്ടടിച്ച് കരഞ്ഞു തുടങ്ങി. പൂവിതൾ പോലെയുള്ള ആ കാലുകളുടെ ചവിട്ടേറ്റ് വണ്ടി വലിയ ശബ്ദത്തോടെ തകർന്നു വീണു. കൂട്ടത്തിൽ അതിനുള്ളിൽ കയറി ഒളിച്ചിരുന്ന ശകടാസുരന്റെ കഥ കഴിയുകയും ചെയ്തു. ശബ്ദം കേട്ട് ആദ്യം യശോദയും പിന്നാലെ അടുക്കളയിലുണ്ടായിരുന്ന ഗോപസ്ത്രീകളും നന്ദഗോപരും മറ്റു ഗോപന്മാരും ബ്രാഹ്മണരും അവിടെ ഓടിയെത്തി. വണ്ടി ഉടഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് കണ്ട് അവർക്ക് അത്ഭുതമായി. ഈ വണ്ടി എങ്ങനെ പൊട്ടി വീണു എന്ന അവരുടെ ചോദ്യത്തിന് ഗോപപാലന്മാർ ഉത്തരം പറഞ്ഞു. ഉണ്ണി കാലിട്ടടിച്ചപ്പോഴാണ് അത് തകർന്നു വീണത്. ഞങ്ങൾ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. കുട്ടികളുടെ വാക്ക് ആരും വിശ്വസിച്ചില്ല. വണ്ടി പഴകിയതാണെങ്കിലും ഈ കുഞ്ഞിക്കാൽ കൊണ്ടുള്ള ചവിട്ടേറ്റാൽ ഇങ്ങനെ ഉടഞ്ഞു പോകുമോ? വണ്ടിയുടെ പൊടി പോലും ഇപ്പോൾ കാണുന്നില്ല. അത്ഭുതം തന്നെ എന്ന് അവരെല്ലാം തമ്മിൽ പറഞ്ഞു. വണ്ടി ഉണ്ണിയുടെ ദേഹത്തിലേക്ക് മറഞ്ഞില്ലല്ലോ, വിഷ്ണു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് നന്ദഗോപൻ സമാധാനിച്ചു. ശകടാസുരൻ പാപങ്ങൾ നശിച്ച് ഭഗവാനിൽ ലയിക്കുകയാണുണ്ടായതെന്നും അതുകൊണ്ടാണ് വണ്ടിയുടെ പൊടി പോലും കാണാതായതെന്നും അവിടെ കൂടിയവരാരും അറിഞ്ഞില്ല. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വസുദേവൻ രഹസ്യമായി പറഞ്ഞേൽപ്പിച്ചതനുസരിച്ച് യാദവന്മാരുടെ കുലപുരോഹിതനായ ഗർഗമുനി ഒരു ദിവസം അമ്പാടിയിൽ വന്നെത്തി. ഋഷിയെ കണ്ട് നന്ദഗോപന് സന്തോഷമായി. അദ്ദേഹം മഹർഷിയെ വന്ദിച്ച് അപേക്ഷിച്ചു. ഇവിടെ 2 ഉണ്ണികളുണ്ട്. മൂത്ത ഉണ്ണി വസുദേവന്റെയും രോഹിണിയുടെയും മകനാണ്. ഇളയ ഉണ്ണി എന്റെ മകൻ തന്നെ. ഇവർക്ക് 2 പേർക്കും ജാതകർമ്മം മുതൽക്കുള്ള മംഗളക്രിയകളൊന്നും ചെയ്തിട്ടില്ല. അവയൊക്കെ ചെയ്യാൻ ഉത്കൃഷ്ടയുള്ളവരാരും ഇവിടെ വരികയുണ്ടായില്ല. ഇപ്പോൾ ആരും വിളിക്കാതെ തന്നെ അങ്ങ് വന്നത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഉണ്ണികളുടെ ജാതകകർമ്മവും നാമകരണവും വാതിൽ പുറപ്പാടും ചോറൂണും ഉചിതമായ ക്രിയകളോടെ അങ്ങു തന്നെ കഴിപ്പിച്ചു തരണേ. ഗർഗമുനി സന്തോഷത്തോടെ നന്ദഗോപന്റെ അപേക്ഷ സ്വീകരിച്ചു. ശരി, ഞാൻ എല്ലാം ചെയ്തു തരാം. പക്ഷേ ഈ വിവരം അമ്പാടിക്ക് പുറത്ത് ആരും അറിയാതെ സൂക്ഷിക്കണം. ഞാൻ യാദവന്മാരുടെ പുരോഹിതനാണ്. ഗോപകഴവാടത്തിൽ വന്ന് ഞാൻ ഈ ക്രിയകൾ ചെയ്തുവെന്നറിഞ്ഞാൽ പലരും പലതും സംശയിക്കാനിടയുണ്ട്. വിശേഷിച്ചും കംസനും അയാളുടെ കൂട്ടക്കാരും ഒരിക്കലും അറിയാനേ പാടില്ല. നന്ദഗോപൻ അത് സമ്മതിച്ചു. രഹസ്യമായി ക്രിയകൾ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഋഷി രോഹിണിയുടെ ഉണ്ണിക്ക് രാമനെന്നും ബലരാമനെന്നും ബലഭദ്രനെന്നും സംഘർഷണനെന്നും അനന്തനെന്നും രൗഹിണിയേനെന്നും പേരുകൾ വിളിച്ചു. പിന്നെ മഹർഷി നന്ദഗോപന്റെയും യശോദയുടെയും നീലകളേഭരനായ ഉണ്ണിയെ കോരിത്തരിച്ചുകൊണ്ട് മടിയിലേക്കെടുത്തുവെച്ച് കൃഷ്ണനെന്നും വസുദേവനെന്നും നന്ദകുമാരനെന്നും ഗോപകിശോരനെന്നും പേരുകൾ വിളിച്ച ശേഷം പറഞ്ഞു, ഈ ഉണ്ണിക്ക് 1000 പേരുകളുണ്ട്. അവയിൽ ചിലതേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. താങ്കൾക്ക് ഈ ഉണ്ണിയെക്കൊണ്ട് വളരെ ഗുണങ്ങളുണ്ടാവും. ഐശ്വര്യം വർദ്ധിക്കും. കൃഷ്ണനെ സ്നേഹിക്കുന്നവർക്ക് ഭാഗ്യമേ ഉണ്ടാവൂ. ദ്വേഷിക്കുന്നവർക്കാകട്ടെ സർവനാശവും. ഇത്രയേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. താങ്കൾക്ക് പതുക്കെ എല്ലാം കണ്ടറിയാൻ കഴിയും. മുനി നന്ദഗോപനെയും യശോദയെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. കൃഷ്ണന്റെ കുഞ്ഞിക്കാലുകൾ പിടിച്ച് കണ്ണിൽ വെച്ച് കൈകുപ്പി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. രാമനും കൃഷ്ണനും മുട്ടുകുത്തി നടന്നു തുടങ്ങി. അവർ എത്താത്ത സ്ഥലമില്ലെന്നായി. അടുക്കളയിലും മുറ്റത്തും തൊഴുത്തിലും അവർ മുട്ടുകുത്തിയും വല്ല പീഠമോ ഉരലോ പിടിച്ചു നടന്നും കളിച്ചു. അവരുടെ പൂമേനികളിൽ അടുക്കളയിലെ വെണ്ണീറും മുറ്റത്തെ മണ്ണും തൊഴുത്തിലെ ചാണകവും പറ്റിപ്പിടിച്ചു. കൃഷ്ണൻ പശുക്കളുടെ അകിട്ടിൽ പോയി പാൽ കുടിച്ചു.
പശുക്കിടാങ്ങളുടെ വാൽ പിടിച്ചു വലിച്ചു. പശുക്കളുടെ കൊമ്പുകൾ കൈകൊണ്ട് പിടിച്ച് ആട്ടി. കൃഷ്ണൻ ചെയ്യുന്നതെല്ലാം കണ്ട് അഭിനന്ദിക്കും പോലെ അവ ഹ്രേഷാ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തല കുലുക്കിയപ്പോൾ അവയുടെ കഴുത്തിലെ മണികൾ കിലുങ്ങി. ആ നാദം കേട്ട് കൃഷ്ണൻ മണികൾ പിടിച്ചു വലിച്ചെടുത്ത് സ്വന്തം കഴുത്തിൽ കെട്ടാൻ നോക്കി. അതു കഴിയാതെ വലിച്ചെറിഞ്ഞു. കൃഷ്ണന്റെ കുസൃതികൾ കണ്ട് അമ്മയ്ക്കും അച്ഛനും മാത്രമല്ല എല്ലാവർക്കും കൗതുകം തോന്നി. അവരെല്ലാം കൃഷ്ണനെ മാറി മാറി എടുത്ത് ലാളിച്ചു. ഒരു ദിവസം യശോദ കൃഷ്ണനെ എടുത്ത് മടിയിൽ കിടത്തി മുലപ്പാൽ കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് കൃഷ്ണന്റെ ഭാരം താങ്ങാൻ വയ്യെന്ന് തോന്നി. പതുക്കെ എടുത്ത് നിലത്തു വിരിച്ച പായമേൽ കിടത്തി. ഉണ്ണികൃഷ്ണന് എന്താണിത്ര കനം, വല്ല രോഗമാണോ എന്നൊക്കെ വിചാരിച്ച് ആ അമ്മ മകനെ ശ്രദ്ധിച്ചു നോക്കി. കുഴപ്പമൊന്നും കണ്ടില്ല. ഒന്നുമില്ലായിരിക്കുമെന്ന് സമാധാനിച്ച് അടുക്കളയിലേക്ക് പോയി. ആ സമയത്താണ് തൃണാവർത്തൻ എന്ന അസുരൻ വന്നെത്തിയത്. കുഞ്ഞുങ്ങളെ മുല കൊടുത്തു കൊല്ലാൻ കൊണ്ടുപോയ പൂതനയോ അവളെ അന്വേഷിച്ചു നടന്ന ശകടനോ ഇത്രയും ദിവസമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. അവരുടെ യാതൊരു വിവരവും അറിയാനും കഴിഞ്ഞിട്ടില്ല. കംസന് പരിഭ്രമം തുടങ്ങിയിരുന്നു. അയാൾ കാര്യങ്ങൾ അറിഞ്ഞു വരാൻ പറഞ്ഞ് തൃണാവർത്തനെ അയച്ചതായിരുന്നു. തൃണാവർത്തൻ പല സ്ഥലങ്ങളിലും തിരഞ്ഞ് നന്ദഗോപന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. വഴിക്ക് പലരോടും അന്വേഷിച്ചതിൽ അമ്പാടിയിലെ നന്ദഗോപന്റെ ഭവനത്തിൽ പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ടെന്ന് ചിലരൊക്കെ പറഞ്ഞറിഞ്ഞപ്പോൾ അവൻ സംശയിച്ചു. മഹാരാജാവിന്റെ കാലനായി ജനിച്ചിട്ടുണ്ടെന്നു കേട്ട ശിശു ഇവിടെ ആയിരിക്കൂ. തൃണാവർത്തൻ കാറ്റിന്റെ രൂപത്തിൽ വീടിനകത്തേക്ക് കടന്നു. നിലത്തു വിരിച്ച പായയിൽ കോമളനായ ഒരു ഉണ്ണി കിടക്കുന്നത് കണ്ട് അവൻ വേഗമേറിയ ഒരു കൊടുങ്കാറ്റായി ഉണ്ണിയെ വലിച്ചെടുത്ത് ഉയരത്തിലേക്ക് കൊണ്ടുപോയി. കാറ്റ് ഊക്കിൽ ഒച്ചയോടെ വീശിയപ്പോൾ അമ്പാടിയിൽ മുഴുവൻ പൊടി പറന്നു തുടങ്ങി. ആ ശബ്ദം കേൾക്കുകയും പൊടി പറന്നപ്പോഴുണ്ടായ ഇരുട്ട് കാണുകയും ചെയ്തപ്പോൾ യശോദ ഉണ്ണികൃഷ്ണനെ കിടത്തിയിരുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തി. ഉണ്ണിയെ അവിടെ കാണാഞ്ഞ് അവർ ഉറക്കെ നിലവിളിച്ചു തുടങ്ങി. യശോദയുടെ നിലവിളി കേട്ട് നന്ദഗോപനും ഗോപന്മാരും ഗോപസ്ത്രീകളും അങ്ങോട്ട് പോകാൻ പുറപ്പെട്ടു. പറന്നു പൊങ്ങുന്ന പൊടിയിൽ അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും പരിഭ്രമിച്ചും ദുഃഖിച്ചും അവിടെ തന്നെ നിന്നു. തൃണാവർത്തൻ ഉണ്ണികൃഷ്ണനെ എടുത്ത് ആകാശത്തേക്ക് ഉയർന്നു. അപ്പോഴേക്കും ഉണ്ണികൃഷ്ണന്റെ ഭാരം കൂടി കൂടി വന്നു തുടങ്ങി. തൃണാവർത്തന് ആ ഭാരം താങ്ങാൻ കഴിവില്ലാതെയായി. അവൻ കാറ്റിന്റെ രൂപം ഉപേക്ഷിച്ച് അസുരന്റെ രൂപം തന്നെ എടുത്തു. എന്നിട്ടും അവന് ഉണ്ണികൃഷ്ണന്റെ കനം സഹിക്കാൻ വയ്യെന്ന് തോന്നി. ആ കൊച്ചുകുഞ്ഞ് അവനെ തന്റെ ദേഹഭാരം കൊണ്ട് അമർത്തിപ്പിടിച്ചു. അവൻ നിലവിളി കൂട്ടി ഭൂമിയിലേക്ക് മരിച്ചു വീണു. അവൻ കാറ്റിന്റെ രൂപം വെടിഞ്ഞതോടെ പൊടി പറക്കലും നിന്നു. എല്ലാവർക്കും കണ്ണു കാണാമെന്നായി. അപ്പോൾ കരിമല പോലെ ചത്തുകിടക്കുന്ന ഒരസുരനെയും അവന്റെ അയഞ്ഞ കൈക്കൂട്ടിൽ ചിരിച്ചുകൊണ്ട് കൈകാലുകൾ ഇളക്കിക്കിടക്കുന്ന ഉണ്ണികൃഷ്ണനെയും എല്ലാവരും കണ്ടു. നന്ദഗോപൻ ഗോപന്മാരോടൊപ്പം ഓടിച്ചെന്ന് കൃഷ്ണനെ എടുത്തു. ഉണ്ണി എനിക്ക് തരൂ എന്നു പറഞ്ഞ് ഓടിയടുത്തെത്തിയ യശോദ കൈകളിൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി. യശോദ കണ്ണുനീർ തുടച്ച് ഉണ്ണിയെ എടുത്ത് മടിയിൽ കിടത്തി മുലപ്പാൽ കൊടുത്തു. മുൻപ് ഉണ്ണികൃഷ്ണനുണ്ടെന്ന് തോന്നിയ കനം ഇല്ലാതായിരിക്കുന്നുവെന്ന് അവർ അറിഞ്ഞു. ഭഗവാനെ, മുകുന്ദ, നാരായണ, നിന്തിരുവടിയുടെ അനുഗ്രഹം എന്ന് വീണ്ടും പറഞ്ഞ് എല്ലാവരും സമാധാനത്തോടെ ഇരുന്നു.